കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലവ് ടിവിയുടെ ജ്യോതിഷ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം, വീടിനടുത്ത് ക്ഷേത്രമോ സർപ്പക്കാവോ ഉണ്ടെങ്കിൽ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ട്, അത് ചെയ്യരുത്. അപ്പൊ വീടിനടുത്ത് സർപ്പക്കാവോ ക്ഷേത്രമോ ഉണ്ടെങ്കിൽ പാടില്ലാത്ത ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യരുത്. അതിൻ്റെ ഒരു സൂചന പറയുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ ഇത് സൂചിപ്പിക്കുന്നത്. വീടിനടുത്ത് ഇവ ഉണ്ടെങ്കിൽ അത് ദോഷമാകണമെന്നില്ല. ചിലര് വീടിനടുത്ത് ക്ഷേത്രമോ അല്ലെങ്കിൽ സർപ്പക്കാവോ ഉണ്ടായാൽ അത് നിങ്ങൾക്ക് ദോഷമല്ലേ എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ വീടിനടുത്ത് ക്ഷേത്രവും സർപ്പക്കാവും ഉണ്ടായെന്ന് വെച്ച് അങ്ങനെ ആ വീട്ടുകാരിക്ക് ദോഷം ഉണ്ടാകണമെന്നില്ല. പക്ഷേ അവിടെ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്താൽ ആ വീട്ടുകാർക്ക് അവിടെ ദോഷം ഉണ്ടാവും. അതാണ്. ക്ഷേത്രവും കാവും വീടിന് നേരെ വരുന്നത് ഒരിക്കലും ശുഭമല്ല. മാത്രമല്ല അത് നമുക്ക് ദോഷവും തരും, ഇല്ലേ? നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട്, അതായത് ദർശനം ക്ഷേത്രത്തിലേക്കാണോ, അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ ദർശനം നമ്മളുടെ വീടിന്റെ മുൻഭാഗത്തേക്കാണോ, അല്ലെങ്കിൽ കാവുകൾ നമ്മളുടെ സർപ്പക്കാവുകൾ നമ്മളുടെ വീടിന് നേരെയാണോ, അല്ലെങ്കിൽ നമ്മളിൽ നിന്നും അത് നമ്മുടെ വീട്ടിൽ നിന്നും നേരെ വശത്താണോ എതിർവശത്താണോ ഈ സർപ്പക്കാവോ അല്ലെങ്കിൽ ക്ഷേത്രമോ ഉണ്ടായി എന്ന് വന്നാൽ അത് ആ വീടിനത് ശരിയല്ല. കാരണം നേരെ ദൃഷ്ടിയാണ് വരുന്നത്, ആ ദൃഷ്ടി ശരിയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവിടെ ദോഷാനുഭവങ്ങൾ ഉണ്ടായ പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. അല്ലാണ്ട് ക്ഷേത്ര പരിസരത്തും സർപ്പക്കാവിന്റെ പരിസരത്തും വീടുണ്ടായെന്ന് വെച്ച് ദോഷമൊന്നുമില്ല. പക്ഷെ അത് നേർക്ക് നേരെ വന്നാൽ അത് ചിലപ്പോൾ ദോഷമായി വരാം, ആ കുടുംബത്തിന് ദോഷമായി വരാം. അങ്ങനെയുണ്ട്. അതുകൂടാതെ ഈ സർപ്പക്കാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിനോട് പരിസരത്തോ തൊട്ടടുത്തോ മൃതദേഹങ്ങൾ ദഹിപ്പിക്കരുത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യമാണത്. മൃതദേഹങ്ങൾ ഈ സർപ്പക്കാവിൻ്റെ അടുത്തും ക്ഷേത്രത്തിൻ്റെ അടുത്തും ദഹിപ്പിക്കരുത്. അതേപോലെ തന്നെ അശുദ്ധിയുള്ള സമയത്ത് ഒരു പുരുഷനായാലും ഒരു സ്ത്രീ ആണെങ്കിലും ഈ രണ്ട് സ്ഥലത്തും പോകരുത്. അശുദ്ധീകരമായ ഒരു കാര്യവും അവിടെ ചെയ്യരുത്. പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും ഈ സർപ്പക്കാവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അടുത്തോ അശുദ്ധിപരമായ ഒരു കാര്യവും ചെയ്യരുത്. അത് നിങ്ങൾക്ക് ദോഷമാകും. അതുകൂടാതെ ചിലപ്പോൾ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം ഒരു കാലത്ത് ചിലപ്പോൾ ക്ഷേത്രഭൂമിയെന്നൊക്കെ ചിലപ്പോൾ ആയിരുന്നു വരാം, ഇല്ലേ? നിങ്ങൾ താമസിക്കുന്ന ഭൂമി ഒരു കാലത്ത് ചിലപ്പോൾ ക്ഷേത്രഭൂമിയോ അല്ലെങ്കിൽ അതേപോലെയുള്ള ദേവസ്വപരമായിട്ടുള്ള ചില ഭൂമിയൊക്കെ ആയിരുന്നു ഇരിക്കാം. അപ്പോൾ ചിലപ്പോൾ അതിന് ചിലപ്പോൾ ദോഷങ്ങളും കണ്ടുവന്ന് വരും ആ ഭൂമിക്ക്. കാരണം അങ്ങനെയുള്ള ആ ദോഷങ്ങളൊക്കെ നമ്മൾ വസ്തു വാങ്ങുമ്പോഴൊക്കെ നമ്മൾ നോക്കിയിട്ടാണ് വാങ്ങാറ്, അല്ലേ? അല്ലെങ്കിൽ വാങ്ങുമ്പോൾ അത് നോക്കണം, അവിടെ സ്ഥലദോഷങ്ങൾ പലതും ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് ക്ഷേത്രവും കാവും നിങ്ങൾക്ക് കടപ്പെട്ട ഒരു സ്ഥലമാണ്, മനസ്സിലായേ? നിങ്ങൾ കടപ്പെട്ടിരിക്കും ആ ക്ഷേത്രത്തിനോടും ആ കാവിനും. എങ്ങനെ? ഒരു കാലത്ത് ആ ക്ഷേത്രങ്ങൾ നിങ്ങളുടെ സ്ഥലം ക്ഷേത്ര സംബന്ധമായ ഒരു ഭൂമി ആയിരുന്നെങ്കിൽ അപ്പോൾ ആ ക്ഷേത്രത്തിനോട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ആ ക്ഷേത്രമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ട് അവിടെ വഴിപാടുകൾ നിങ്ങൾ ചെയ്യണം. ക്ഷേത്രഭൂമി ആയിരുന്നായിരിക്കും ഒരു കാലത്തെ. ഇപ്പൊ പിൽക്കാലത്തായിരിക്കും അത് നിങ്ങളുടെ കൈവശം വന്ന് ചേർന്നേക്കണേ. അപ്പൊ അങ്ങനെയുള്ള ഭൂമിയിൽ താമസിക്കുന്നവര് അവിടെ ദോഷങ്ങൾ ഉണ്ടെങ്കിൽ ആ ദോഷങ്ങൾ മാറ്റാം. ക്ഷേത്രഭൂമികളൊക്കെ ഇപ്പൊ പണ്ട് കാലത്ത് കുറെ അന്യാധീനപ്പെട്ടൊക്കെ പോയിട്ടുണ്ട്, ഇല്ലേ? അത് ചിലപ്പോ ഇത് നോക്കും, അതായത് നമ്മ കരമടക്കാൻ ചെല്ലുമ്പോൾ ക്ഷേത്രഭൂമിയാണെങ്കിൽ അല്ലെ, നേരത്തെ പണ്ട് അതിനൊക്കെ പണ്ടാരപ്പാട്ടം പറഞ്ഞ് രസീറ്റിൽ എഴുതി വെക്കാറുണ്ട്, കാണാറുണ്ട്, അല്ലേ? പണ്ടാരപ്പാട്ടം എന്ന് പറഞ്ഞു. അതായത് ഏതെങ്കിലും ഒരു കാലത്ത് ഏതോ ദേവസ്വത്തിൻ്റെയോ ഏതെങ്കിലും ഒരു മനയുടെയോ ഒക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്വരൂപത്തിൻ്റെയൊക്കെ വകയായിരുന്നായിരിക്കും ഈ ഭൂമികളെല്ലാം, ഇല്ലേ? ഏതെങ്കിലും വകയോ അല്ലെങ്കിൽ ദേവസ്വത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്വരൂപങ്ങളുടെയൊക്കെ തായ് വഴിപ്പെട്ട സ്ഥലമായിരിക്കാം ഒരു കാലത്ത് നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഭൂമി. അപ്പോൾ അങ്ങനെയുള്ള ആ ഭൂമിയിൽ താമസിക്കുന്നവര് ആ ദേവസ്വമായിട്ടോ അല്ലെങ്കിൽ ആ ക്ഷേത്രമായിട്ടോ അല്ലെങ്കിൽ ആ സ്വരൂപമായിട്ടോ ബന്ധപ്പെട്ട ചില കാര്യങ്ങളിൽ നിങ്ങൾ സഹകരിക്കുകയും അവരെ അവിടെ
വേണ്ട വിധത്തിൽ അത് അവിടെ വഴിപാടുകൾ നടത്തുകയും ചെയ്താൽ നിങ്ങളുടെ ദോഷത്തിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വളരെയധികം മുക്തി കിട്ടും. ആ ഭൂമിയിൽ ഒരു ദൈവാധീനം ഉണ്ടായെന്നും വരും ഇല്ലേ? നിങ്ങളത് ചെയ്താൽ, നിങ്ങൾ അങ്ങനെ ചെയ്താൽ ആ ഭൂമിക്ക് ആ ഒരു ദൈവാധീനം കിട്ടിയെന്നും വരാം. അപ്പം അങ്ങനെയുള്ള ആ ദോഷങ്ങളെല്ലാം ഉണ്ടെങ്കിൽ അത് തീർക്കണം. അപ്പോൾ അതുകൊണ്ട് സർപ്പക്കാവും വെള്ളമെടുത്ത് വീട് വെക്കാൻ പാടില്ല എന്നൊന്നുമില്ല. പക്ഷെ അത് ഇനിയുള്ള സ്ഥാനങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അവിടെ ഇത് ചെയ്യാനായി. ഈ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.